നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. ധനുക്കൂറിൻ്റെ അധിപതി വ്യാഴമാണ്. ഇപ്പോൾ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട്. മാനസികമായിട്ട് സന്തോഷമുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പുത്രഗുണം അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ട്. മക്കളെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ പോലും ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു ദോഷം കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 3-ൽ രാഹു നിൽക്കുന്നുണ്ട്. സഹായിക്കുമെന്ന് കരുതുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടില്ല. മറിച്ച് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വിജയിക്കാനുള്ള യോഗം. എന്തായാലും ഈ മാസത്തിൽ വിജയിക്കാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട്. അതേപോലെ തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നേതൃത്വ സ്വഭാവം തൊഴിലിലുണ്ടാവുക. സേനാനായകത്വം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് പഞ്ചമഹാവൃക്ഷത്തിലെ ഭദ്രായോഗം ചെയ്ത് ബുധൻ 7 നിൽക്കുന്നുണ്ട്. ആ ബുധൻ കർമാധിപതിയാണ്. ഭാഗ്യാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാധിപതിയും കർമാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം ഭാഗ്യം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമാണ്. ഭാര്യയ്ക്ക് ചിലപ്പം കുറച്ച് ദേഷ്യമെടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാര്യയെ കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനും ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് കൈവശം വരാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകാനും യോഗമുണ്ട്. കാരണം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനാണ്. 5-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങൾ, അതായത് വീട് മോടി പിടിപ്പിക്കുക, വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങളും സുഖഭോഗ വസ്തുക്കളും വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും മനസ്സിൽ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7-ാം ഭാവത്തിൽ കണ്ടകശനിയുടെ ദോഷം ചെയ്തിട്ടാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ആ ശനി 4-ാം ഭാവത്തിൽ നിൽക്കുമ്പം വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ള യോഗമാണ്. അതുകൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തടസ്സം കൂടാതെ പോകാനായിട്ട് സാധിക്കും. വീട്ടിൽ നിൽക്കുമ്പോൾ അലസതയും ക്ഷീണവും കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീട് വിട്ട് അന്യദേശത്ത് പോയി തൊഴിലെടുത്താൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന തൊഴിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ PSC എഴുതിയിട്ട് നിയമനം കാത്തിരിക്കുന്നവർക്ക് അതിന് യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ്. എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും കാലുവേദന പോലെയുള്ള പ്രശ്നം, അതായത് അരയ്ക്ക് മുതൽ താഴെ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ, വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെ ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് യോഗം ഉണ്ടെങ്കിലും ഗുണഫലങ്ങൾക്ക് ആധിക്യമുള്ള ഒരു മാസമായത് കാരണം കൊണ്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുകയും നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. സ്വന്തക്കാരിൽ നിന്നും നല്ല അഭിപ്രായം കേൾക്കാനായിട്ട് സാധിക്കും. നല്ല സുഹൃത്ത് ഗുണമുണ്ടാകും. എന്തു കാര്യത്തിനും സുഹൃത്തുക്കൾ കൂടെ നിൽക്കും. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനും ഈ മാസത്തിൽ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.